7.7 തീവ്രത അടയാളപ്പെടുത്തിയ വൻ ഭൂകമ്പമുണ്ടായിരിക്കുന്നു മ്യാൻമറിൽ. മരണസംഖ്യ 1000 കടന്നിരിക്കുന്നു. ഓരോ മണിക്കൂറുകൾ കഴിയും തോറും മരണസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മ്യാൻമറിനു പുറമെ തായ്ലൻഡിലും ചൈനയിലും ബംഗ്ലാദേശിലും ഇന്ത്യയിലും തുടങ്ങി തെക്കൻ ഏഷ്യയിലെ പല രാജ്യങ്ങളിലും ഈ ഭൂകമ്പം പ്രകമ്പനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. നോക്കാം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂകമ്പത്തിന്റെ ഉത്ഭവം എങ്ങനെ, ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ട്, ഇത്രയും ശക്തമായ ഭൂകമ്പം വരാൻ എന്താണ് കാരണം? ഫാക്ട് ആൻഡ് ഫോക്കസ്. മ്യാൻമറിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണ് മാൻഡലെ. 15 ലക്ഷത്തോളം ജനങ്ങൾ താമസിക്കുന്ന രാജ്യത്തെ പ്രധാന കേന്ദ്രങ്ങളിലൊന്ന്. മ്യാൻമറിന്റെ പ്രാചീന തലസ്ഥാനം ഇവിടെയാണിപ്പോൾ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. തൊട്ടുടനെ തന്നെ ഭൂകമ്പത്തിന്റെ ആഫ്റ്റർ ഷോക്കുകളും പിന്നെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ 6.4 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം പോലും സംഭവിച്ചു കഴിഞ്ഞു. ഇതെല്ലാം ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. കെട്ടിടങ്ങളെല്ലാം തകർന്നു വീണുകൊണ്ടിരിക്കുന്നു. അയൽ രാജ്യമായ തായ്ലൻഡിലെ ബാങ്കോക്കിൽ പോലും നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങൾ തകർന്ന് നിരവധി പേർ മരണപ്പെട്ടിരിക്കുന്നു. മ്യാൻമറിന്റെ മധ്യഭാഗമായ സെഗൈങ്ങിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് 18 കിലോമീറ്റർ മാറിയാണ് 12:50 ഭൂകമ്പമുണ്ടാകുന്നത്. ഭൂമിക്കടിയിൽ 10 കിലോമീറ്റർ മാത്രം താഴെ ആഴത്തിലാണ് ഈ ഭൂകമ്പം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയും കുറഞ്ഞ ആഴത്തിൽ ഭൂകമ്പമുണ്ടായത് കൊണ്ട് തന്നെ വയലന്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ശക്തമായ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കിയെന്നാണ് US ജിയോളജിക്കൽ സർവേ അഥവാ USGS പറയുന്നത്. ശക്തിയുള്ള ഭൂചലനങ്ങൾ പിന്നെയും ആഫ്റ്റർ ഷോക്കുകളായി സംഭവിക്കുന്നതാണ് ദുരന്തത്തെ പിന്നെയും സങ്കീർണമാക്കുന്നത്. പ്രധാന ഭൂകമ്പം നടന്ന് 11 മിനിറ്റുകൾക്ക് ശേഷം സംഭവിച്ച ആഫ്റ്റർ ഷോക്കിൽ 6.4 തീവ്രത രേഖപ്പെടുത്തുന്നു. 4.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്നലെ രാത്രി വൈകിയും മ്യാൻമറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഈ ഭൂകമ്പത്തിന് കാരണം? മ്യാൻമറിന്റെ ജോഗ്രഫിയാണ് വീണ്ടും ചർച്ചാ വിഷയമാകുന്നത്. ഭൂമിക്കടിയിൽ വ്യത്യസ്ത ദിശകളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനവും കൂട്ടിയുരസലുമൊക്കെയാണ് ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്നത്. ഇങ്ങനെയുള്ള 2 ടെക്ടോണിക് പ്ലേറ്റുകൾക്കിടയിലാണ് മ്യാൻമറിന്റെ സ്ഥാനം. ഒന്ന് ഇന്ത്യ പ്ലേറ്റും മറ്റത് യൂറേഷ്യൻ പ്ലേറ്റും. അതുകൊണ്ട് തന്നെ ഭൂകമ്പ സാധ്യത കൂടിയ പ്രദേശമാണ് മ്യാൻമർ. ഈ 2 പ്ലേറ്റുകളുടെയും അതിർത്തിയാണ് സെഗൈങ് ഫോൾട്ട് എന്നറിയപ്പെടുന്നത്. ഭൂമിക്കടിയിൽ നോർത്ത് മുതൽ സൗത്ത് വരെ ഏകദേശം 1200 കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന അതിർത്തി പ്രദേശമാണിത്. മ്യാൻമറിലെ മാൻഡലെ, യാങ്കോൺ ഇങ്ങനെ തുടങ്ങിയ നഗരങ്ങളെല്ലാം ഈ പരിധിക്കകത്താണ് വരുന്നത്. പ്രശ്നമുണ്ടായാൽ തന്നെ മില്യൺ കണക്കിന് മനുഷ്യരെ ബാധിക്കുമെന്ന് ആദ്യമേ അറിയാവുന്ന സ്ഥലങ്ങളാണിതെല്ലാം. സെഗൈങ് ഫോൾട്ടിൽ ഇന്നലെ ഇന്ത്യ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും പരസ്പരം വശങ്ങളിലൂടെ ഉരസി. സ്ട്രൈക്ക് സ്ലിപ്പ് ഫ്ലോട്ടിംഗ് എന്നറിയപ്പെടുന്ന ഈ ചലനമാണ് ഇന്നലെ അതിശക്തമായ ഭൂകമ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഊർജപ്രവാഹമാണ് മ്യാൻമറിന്റെ ഉപരിതലത്തിൽ സംഭവിച്ചത്. ആയിരക്കണക്കിന് മനുഷ്യരെ ജീവനെടുത്തത്. സെഗൈങ് ഫോൾട്ട് അതിർത്തിയിൽ വരുന്ന മാൻഡലെ നഗരത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതും. നിരവധി ബഹുനില കെട്ടിടങ്ങൾ തകർന്നു വീണ് നിലം പൊത്തുന്ന ദൃശ്യങ്ങൾ, വിമാനത്താവളങ്ങളിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഭൂമി കുലുങ്ങുമ്പോൾ നിലത്ത് കമിഴ്ന്നു കിടക്കുന്ന മനുഷ്യരുടെ ദൃശ്യങ്ങൾ, അമ്പരചുംബികളായ കെട്ടിടങ്ങളിലെ ഇൻഫിനിറ്റി പൂളുകളിൽ നിന്ന് വെള്ളം താഴേക്ക് വീഴുന്ന ദൃശ്യങ്ങൾ. മ്യാൻമറിൽ നിന്നുള്ള ഇങ്ങനെയുള്ള അനേകം ഭീതി ഉളവാക്കുന്ന ദൃശ്യങ്ങൾ, വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മ്യാൻമറിലെ വിഖ്യാതമായ മാസോയാൻ മൊണാസ്ട്രി പോലുള്ള വലിയ വലിയ ആശ്രമങ്ങളും പഴയ രാജകൊട്ടാരത്തിന്റെ ഭാഗങ്ങളുമെല്ലാം തകർന്നിരിക്കുന്നു. മാൻഡലെയെയും യാങ്കോണിനെയും ബന്ധിപ്പിക്കുന്ന ഹൈവേയുടെ ഭാഗങ്ങൾ നശിച്ചിരിക്കുന്നു. തലസ്ഥാനമായ നൈപിഡോയിൽ റോഡുകൾ വിണ്ടുകീറിയിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ പാലങ്ങൾ തകർന്നിട്ടുണ്ട്. മ്യാൻമറിൽ 6 സ്ഥലങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. തായ്ലൻഡിലെ ബാങ്കോക്കിലും ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഭൂകമ്പം ഇത്രയും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയത്? മ്യാൻമറിലെ കെട്ടിടങ്ങൾ പലതും ഭൂകമ്പ പ്രതിരോധ ശേഷിയുള്ളവയല്ല. ദ്രുതഗതിയിൽ നഗരവൽക്കരണം നടത്തിയ നാടാണ് മ്യാൻമർ. പഴയ അടിസ്ഥാന സൗകര്യങ്ങളും മോശം നിർമ്മാണ നിലവാരവും എല്ലാം നിലനിൽക്കുന്ന സ്ഥലം. ഇതൊക്കെയാണ് നാശനഷ്ടങ്ങൾ വർദ്ധിക്കാനുള്ള ഒരു കാരണം. തായ്ലൻഡിലാകട്ടെ ബാങ്കോക്ക് പോലുള്ള നഗരങ്ങൾ ഭൂകമ്പ മേഖലയല്ല, പക്ഷേ കൂറ്റൻ കെട്ടിടങ്ങൾ ഉള്ളത്. അവ വിദൂരത്ത് നിന്ന് വരുന്ന പ്രകമ്പനങ്ങളോട് പോലും പ്രതികരിക്കുന്നതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഭൂകമ്പം അളക്കാൻ നമ്മൾ സ്ഥിരമായി കേൾക്കാറുള്ള റിക്ടർ സ്കെയിലിലല്ല ഈ തീവ്രത പറയുന്നത്. മൊമെന്റ് മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ എന്നാണ് നിലവിൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് അറിയപ്പെടുന്നത്.
ഇന്നലെ മ്യാൻമറിൽ 7.7 തീവ്രത അടയാളപ്പെടുത്തിയതും ഈ മൊമെന്റ് മാഗ്നിറ്റ്യൂഡ് സ്കെയിലിലാണ്. കാലിഫോർണിയയ്ക്ക് വേണ്ടി വികസിപ്പിച്ച പഴയ യൂണിറ്റാണ് റിക്ടർ സ്കെയിൽ. ചെറിയ ചെറിയ ഭൂചലനങ്ങളെ അളക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്നാൽ താരതമ്യേന വലിയ ഭൂകമ്പങ്ങളെ കണക്കുകൂട്ടാൻ റിക്ടർ സ്കെയിൽ ഫലപ്രദമല്ല. ഭൂമിക്കടിയിൽ പ്ലേറ്റുകൾ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് രൂപപ്പെടുന്ന ഊർജം, കൂട്ടിമുട്ടലുകൾ നടന്ന ഏരിയ, പ്ലേറ്റുകൾ ചലിച്ച ദൂരം ഇവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് മൊമെന്റ് മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേഷൻ നടത്തുന്നത്. റിക്ടർ സ്കെയിൽ പോലെ തന്നെ ഒരു യൂണിറ്റ് തീവ്രത വർദ്ധിക്കുന്നു എന്നതിനർത്ഥം ഭൂമി കുലുങ്ങുന്നതിൻ്റെ അളവ് 10 ഇരട്ടി വർദ്ധിക്കുന്നുവെന്നാണ്. 7.7 തീവ്രത അതിഭീതിതമായ കുലുക്കമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നർത്ഥം. മ്യാൻമറിൽ 4 വർഷമായി ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബർമ എന്ന ഔദ്യോഗിക നാമത്തിലുള്ള മ്യാൻമറിൽ 2021 സിവിൽ വാർ ആരംഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ഓങ് സാൻ സൂചിയുടെ ഗവൺമെന്റിൽ നിന്നും പട്ടാളക്കാർ അധികാരം പിടിച്ചുവാങ്ങി. അതിനുശേഷം രാജ്യത്ത് പലയിടത്തും ഇപ്പോഴും സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 35 ലക്ഷത്തിലധികം ആളുകൾ ഇതിനകം അഭയാർത്ഥികളായി കഴിയുകയാണ് മ്യാൻമറിൽ. ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഭക്ഷണമോ ആരോഗ്യ സംവിധാനങ്ങളോ ലഭ്യമല്ല. ഇതിനിടയിലേക്കാണ് കനത്ത ഭൂകമ്പ ദുരന്തം വരുന്നത്. സിവിൽ വാറിന്റെ ഭാഗമായി രാജ്യത്ത് പലയിടത്തും ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഫർമേഷനുകൾ പോലും പരസ്പരം കൈമാറുന്നത് നിയന്ത്രിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഇപ്പോൾ രക്ഷാദൗത്യങ്ങളെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ വിദേശ സഹായങ്ങളിൽ ഈയിടെ വന്ന കുറവും രാജ്യത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 90 ദിവസത്തേക്ക് മ്യാൻമറിലേക്കുള്ള വിദേശ സഹായങ്ങൾ നിർത്തിവെക്കാൻ ഈ വർഷം ആദ്യം ഉത്തരവിട്ടിരുന്നു. മ്യാൻമറിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് നൽകുന്ന സഹായങ്ങളും ട്രംപ് നിർത്തിവെച്ചിരുന്നു. അയൽ രാജ്യമായ തായ്ലൻഡിൽ മ്യാൻമറിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഹോസ്പിറ്റലുകൾ അടപ്പിച്ചിരുന്നു. ഇതെല്ലാം ഇപ്പോഴത്തെ സാഹചര്യത്തെ വല്ലാതെ വഷളാക്കുന്നുണ്ട്. എങ്കിലും ഭൂകമ്പം സംഭവിച്ചതോടെ ലോകരാജ്യങ്ങളിൽ നിന്ന് മ്യാൻമറിലേക്ക് സഹായങ്ങൾ വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും മലേഷ്യയിൽ നിന്നുമെല്ലാം രക്ഷാപ്രവർത്തകരും ഭക്ഷണമടക്കമുള്ള അടിയന്തര വസ്തുക്കളും മ്യാൻമറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ കൊൽക്കത്തയിലും മണിപ്പൂരിലും ഡൽഹിയിലും ഈ ഭൂകമ്പത്തിന്റെ പ്രകമ്പനങ്ങൾ ചെറിയ തോതിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. 10,000-ലധികം പേർ മരണപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് US ജിയോളജിക്കൽ സർവേ പറയുന്നത്. ആഫ്റ്റർ ഷോക്കുകൾ തുടരുന്നതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിനും ആളുകൾ ഭയക്കുകയാണ്. 10,000 കോടി മുതൽ $1,00,000 കോടി വരെ സാമ്പത്തിക നഷ്ടമുണ്ടായേക്കാമെന്നും USGS കണക്കുകൂട്ടുന്നു. മ്യാൻമറിന്റെ GDP-യേക്കാൾ വലുതാണ് ഈ സംഖ്യ. ആഭ്യന്തര യുദ്ധവും ഇപ്പോൾ ഭൂകമ്പവും കൂടി ചേരുന്നതോടെ മ്യാൻമർ എന്ന രാജ്യം വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് എന്ന് വ്യക്തം.